SIT സംഘം വീണ്ടും സന്നിധാനത്തേക്ക്. CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കായി സന്നിധാനത്ത് എത്തുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിനെന്നാണ് സൂചന. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴികളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പിന്തുടർന്നുള്ള തെളിവ് ശേഖരത്തിനായാണ് അന്വേഷണ സംഘം സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഗോകുൽ രമേശാണ് നൽകുന്നത്. ഗോകുൽ, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഈ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം അടിച്ചുമാറ്റി അല്ലെങ്കിൽ നീക്കം ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണവും മറ്റൊരു ദിശയിലേക്ക് പോകുകയാണല്ലോ. ഈ അന്വേഷണ സംഘം എപ്പോഴാണ് വീണ്ടും സന്നിധാനത്തേക്ക് എത്തുക, ഗൂഗിൾ? ഇന്ന് രാവിലെ 9:30 കൂടിയിട്ടാണ് ഒരു CI ഉൾപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കട്ടിളപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് 2 തവണ SIT സംഘമടക്കം സന്നിധാനത്ത് പരിശോധന നടത്തുകയും വിശദമായിട്ട് ഈ വിവരങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഒരു CIയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്തേക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ മൊഴികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ സന്നിധാനത്തെ പരിശോധന എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടും സന്നിധാനത്ത് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ദേവസ്വം രജിസ്റ്റർ അടക്കമുള്ള പ്രധാന രേഖകൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഴയ കട്ടിളപ്പാളി അവിടെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ പരിശോധന കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് KT ശങ്കരനടക്കം അവിടെ എത്തി നടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. തൂക്കമടക്കം പരിശോധിച്ചിരുന്നു. എന്തായാലും ഒരുപക്ഷെ ഈ കട്ടിളപ്പാളി കേസ് അന്വേഷണമാകുമ്പോൾ ഒരുപക്ഷെ ആ കട്ടിളപ്പാളികളുടെ പരിശോധന കൂടി ഇന്നത്തെ ഈ അന്വേഷണ സംഘം കട്ടിളപ്പാളി കേസ് അന്വേഷണമാകുമ്പോൾ ഒരുപക്ഷെ ആ കട്ടിളപ്പാളികളുടെ പരിശോധന കൂടി ഇന്നത്തെ ഈ അന്വേഷണ സംഘം നടത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ഒപ്പം ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ച കേസായിരുന്നു ആദ്യം പ്രധാനമായിട്ടും ഈ അന്വേഷണം നൽകുന്നത് ഈ കട്ടിളപ്പാളിയിലെ സ്വർണ്ണം കേസാണ്. കഴിഞ്ഞ ദിവസമാണ് 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കുട്ടിയുടെ അറസ്റ്റ് ഈ കട്ടിളപ്പാളി കേസിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ദ്വാരപാലക കേസ് രേഖപ്പെടുത്തി അനിശ്ചിതമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് പോറ്റിയെ 2-ാമത്തെ കേസായിട്ടുള്ള ഈ കട്ടിളപ്പാളി കേസിൽ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ, കസ്റ്റഡി റിപ്പോർട്ടിലടക്കം ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ആ കേസിന്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് N വാസുവിനെ പോലെയുള്ള മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി മുൻനിര പ്രതിസ്ഥാനത്തിൽ കൂടി അന്വേഷണ സംഘം എത്തിച്ചിരിക്കുന്നത്. ആ കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിനെ 3-ാം പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ള സൂചനകളും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ ആ ഒരു ദിശയിലാണ്, അല്ലെങ്കിൽ ഈ കട്ടിളപ്പാളിയുമായി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണം നീക്കിയതിനൊപ്പം തന്നെ ഈ കട്ടിളയിൽ നിന്നുള്ള സ്വർണങ്ങളും നീക്കം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. ഇതിപ്പോൾ 2-ാം തവണയാണ്. നേരത്തെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും SITയുടെ പ്രത്യേക പരിശോധന ശബരിമലയിൽ നടന്നിരുന്നു. ഇപ്പോൾ 2-ാമത്തെ കേസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സന്നിധാനത്തേക്ക് ഇന്ന് തന്നെ എത്തുമെന്നാണ് ഗോകുൽ രമേശ് പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.